പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറി. അതും മുട്ട പുഴുങ്ങിയൊന്നും വേണ്ട, അതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം. പ്രത്യേകിച്ച് അധികം സാധനങ്ങളൊന്നും വേണ്ട. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. അടുപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തില്ല. ഇത്ര സാധനങ്ങൾ മതി. ഇതിൽ മുട്ട പുഴുങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഇതൊരു ചാറ് കറി പോലെയാണ്. ദോശക്ക് പുട്ടിനൊക്കെ കൂട്ടി കഴിക്കാൻ ഞാനിവിടെ എപ്പോഴും അമ്മൂനും അതുപോലെ കണ്ണപ്പനും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് രണ്ടുപേർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് വേഗം സവാള ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള കനം കുറച്ച് അരിയണം, അപ്പോഴൊന്ന് വാടി കിട്ടണമല്ലോ. അതുകൊണ്ട് സവാള ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വേഗം വാടും, അല്ലെങ്കിൽ വാടാൻ കുറച്ച് നേരം പിടിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വേണമെങ്കിൽ ഈ കല്ലിൽ വെച്ച് ഇടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വേഗം അതും അരിഞ്ഞെടുക്കുക, ഇരിക്കാനൊന്നും പോയില്ല. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് വാടാനുള്ള എണ്ണ ഒഴിച്ചാൽ മതിട്ടാ. പിന്നെ വേണ്ടവർക്ക് കടുക് ഇടാം, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കടുക് ഇല്ലാത്തതുകൊണ്ടും ഞാൻ പിന്നെ അങ്ങനെ കടുക് അധികം യൂസ് ചെയ്യാറില്ല. ഇവിടെ ഇവന് കടുകൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കടുക് ഇട്ടിട്ടില്ല. നമ്മളിത് കൊച്ചുങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കണേ, അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ സവാള ഇതൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വരട്ടിയെടുക്കണം കേട്ടോ. നല്ലപോലെ വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ സവാള അങ്ങനെ പച്ചയായിട്ട് കിടക്കും. നമ്മൾ ഇത് വേറെ വേവിക്കണ ഏർപ്പാടില്ല, അധികം നേരം വേവണ്ട. അപ്പം അതുകൊണ്ട് തന്നെ സവാള നല്ലപോലെ വാട്ടിയെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ആ സവാള അതുപോലെ തന്നെ കിടക്കും. ഇതിൽ മസാലയായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർക്കണുള്ളൂ. വേണമെങ്കിൽ കുറച്ച് മീറ്റ് മസാല ഇടാം, പക്ഷെ അതിൻ്റെ ഫ്ലേവർ ഇവിടെ ഇതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. പിന്നെ ഇതൊന്ന് നല്ലോണം ഇളക്കി ആ പച്ചക്കുത്തലൊന്ന് മാറിയാൽ മതി. അത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞ് അതൊന്ന് നല്ലപോലെ തിളക്കണം. കുറച്ച് നേരം ഒന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കണം, മുട്ട ഒന്ന് കലങ്ങണം, അത്രയേ ഉള്ളൂ. കലങ്ങിക്കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം അതും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇപ്പോൾ ചാറുകറിയായിട്ട് ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടാനായിട്ട് പറ്റിയ കറി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി കറി, അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കണേ ഇവിടെ. അപ്പോൾ എല്ലാവരും എൻ്റെ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.